ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് എന്താണ് ഡിജി ലോക്കർ, എങ്ങനെ അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് അതിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ്. ഈ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഇത് 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോറിലും കമ്പ്യൂട്ടറിലും ലഭ്യമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളും അമൂല്യ രേഖകളും ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നത് പോലെ ഡിജിറ്റൽ രേഖകൾ സൂക്ഷ്മമായി സൂക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ സേവനമാണ് ഇത്. ഇതനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ടുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, SSLC, CBSE തുടങ്ങിയ ബോർഡുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിനും എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഷെയർ ചെയ്യുന്നതിനും കഴിയുന്നതാണ്. ആധാറും മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ഈ സംവിധാനം തികച്ചും സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ്. മൊബൈലിൽ ആണ് നാം ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ ഡിജി ലോക്കർ എ സിമ്പിൾ ആൻഡ് സെക്യൂർ ഡോക്യുമെന്റ് വാലറ്റ് എന്നതും കമ്പ്യൂട്ടറിലാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ www.digilocker.gov.in എന്ന വെബ്സൈറ്റിലും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആധാറും മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ആധാർ ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും അക്ഷയ സെന്ററുകൾ വഴി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് ആധാർ മൊബൈൽ ലിങ്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് ഇതിന് സൗകര്യം ലഭിക്കുന്നതല്ല. ഇനിയും എങ്ങനെയാണ് ഈ ഡിജി ലോക്കർ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോറിൽ പോയി ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ അപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ നൽകി കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതാണ്. ആ OTP നമ്പർ അവർ പറഞ്ഞിട്ടുള്ള ഭാഗത്ത് എൻ്റർ ചെയ്യുക. അങ്ങനെ OTP നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ നെയിം, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിന് നമ്മോട് ആവശ്യപ്പെടും. പാസ്വേഡ് വീണ്ടും ഒന്നുകൂടി എൻ്റർ ചെയ്ത് സൈനപ്പ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ശേഷം ഓപ്പൺ ആകുന്ന വിൻഡോയിൽ നമ്മുടെ ആധാർ നമ്പർ നൽകുവാനുള്ള ഒരു ബോക്സ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു OTP നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കും മെയിൽ IDയിലേക്കും വരുന്നതാണ്. ആ ഒരു OTP എൻ്റർ ചെയ്ത് വീണ്ടും കണ്ടിന്യൂ ബട്ടൺ നൽകുക. അങ്ങനെ OTP നൽകിക്കഴിഞ്ഞാൽ UIDയിൽ നിന്നും നിങ്ങളുടെ വിവരങ്ങൾ അവർ ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഡിജി ലോക്കറിന്റെ ആപ്പ് പൂർണ്ണമായും ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് തികച്ചും ആധാറുമായി കണക്ട് ചെയ്ത് ഓപ്പൺ ആക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ ഡിജി ലോക്കർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആക്കുവാൻ കഴിയുകയുള്ളൂ. ഇനിയും ഇതുവരെയും നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ തുച്ഛമായ ഒരു ഫീസ് അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകി ബയോമെട്രിക് സംവിധാനത്തിലൂടെ പുതിയത് ചേർക്കുവാനും അതല്ല പഴയ നേരത്തെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാറ്റി പുതിയത് ആഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഒരുപക്ഷെ നിങ്ങളുടെ ആധാർ കളഞ്ഞു പോയാലും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പ്രിന്റ് എടുക്കുവാനും പുതിയ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുവാനും ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഈ ആധാറിന്റെ സൈറ്റിൽ നിന്നും വളരെ എളുപ്പം കഴിയുന്നതുമാണ്. ഈ ഡിജി ലോക്കർ പൂർണ്ണമായും ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോയാണ് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ മുകളിലുള്ള ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഇഷ്യൂഡ് ഡോക്യുമെന്റ് എന്നും അപ്ലോഡ് ഡോക്യുമെന്റ് എന്നും കാണാവുന്നതാണ്. ഇഷ്യൂഡ് ഡോക്യുമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഡിജി ലോക്കറിൽ ആഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ട് ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയാണ്. ഡിജി ലോക്കറിൽ ആഡ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്കിൽ ഈ കാണുന്ന മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് ക്ലിക്ക് ചെയ്യുക.
ഞാൻ ആധാർ ഉപയോഗിച്ച് ഈ സൈറ്റിൽ പ്രവേശിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ എൻ്റെ പേര് കാണാവുന്നതാണ്. ഇവിടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ID കാർഡിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഈ കോളത്തിൽ ടിക്ക് ചെയ്ത് താഴെയുള്ള ഗെറ്റ് ഡോക്യുമെന്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇതുപോലെ ഡൗൺലോഡായി നിങ്ങളുടെ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്നതിൽ സേവ് ആവുന്നതാണ്. ഇനിയും SSLC CBSE സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെയുള്ള എഡ്യൂക്കേഷനിൽ പോയി കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡോക്യുമെന്റ് കൊടുത്താൽ ഇത് ലഭിക്കുന്നതാണ്. എന്നാൽ ഇത് 2018 മുതലുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രജിസ്റ്റർ നമ്പറിന്റെ കൂടെ വർഷവും സെലക്ട് ചെയ്യേണ്ടതാണ്. CBSE സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെങ്കിൽ വർഷം ടൈപ്പ് ചെയ്ത് റോൾ നമ്പർ കൊടുത്ത് ഗെറ്റ് ഡോക്യുമെന്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വില്ലേജിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് ഈ കാണുന്ന സ്റ്റേറ്റിൽ കേരള എന്ന് തിരഞ്ഞെടുത്ത് അപ്പോൾ ഓപ്പൺ ആകുന്ന ലിസ്റ്റിൽ നിന്നും ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്ത് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ എന്നിവ ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. ഇനിയും ഈ ഡിജി ലോക്കറിൽ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നാം ഡിജി ലോക്കറിന്റെ മുകളിൽ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നൊരു ഓപ്ഷൻസ് കാണാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിന് ഇതിൽ സൂക്ഷിക്കണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫയൽസ് എന്ന് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും എന്താണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് താഴെയുള്ള ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഈ ഫയൽ അവിടെ അപ്ലോഡായി ഓട്ടോമാറ്റിക്കായി സേവ് ആകുന്നതാണ്. ഇങ്ങനെ ഏത് ഫയലും അപ്ലോഡ് ചെയ്ത് ഈ ഡിജി ലോക്കറിൽ സേവ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഇത് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ആക്കി കാണിക്കുന്നതിനും അതുപോലെ മെയിൽ, വാട്സപ്പ് എന്നിവയിൽ ഷെയർ ചെയ്യുന്നതിനും പ്രിന്റ് എടുക്കുന്നതിനും സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ ഫയൽ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഇടതുവശത്തുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇത് ചെയ്യാവുന്നതാണ്. ഇനിയും മറ്റുള്ളവരുടെ പേരിലുള്ള വാഹന രജിസ്ട്രേഷൻ ആണ് എങ്കിൽ പരിവാർ ആപ്ലിക്കേഷനിലൂടെ വണ്ടിയുടെ നമ്പർ നൽകിക്കൊണ്ട് ഓപ്പൺ ആക്കി സേവ് ചെയ്ത് ഈ ഡിജി ലോക്കറിൽ സൂക്ഷിക്കാവുന്നതുമാണ്. വണ്ടിയുടെ ഇൻഷുറൻസ് എന്നിവയൊക്കെ ഡിജി ലോക്കറിൽ തന്നെയുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമാണ്. എന്നാൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. അങ്ങനെ മൊബൈൽ ഡിജി ലോക്കർ ആപ്പ് കയ്യിലുണ്ട് എങ്കിൽ വണ്ടിയെ സംബന്ധിച്ച ലൈസൻസുകളും മറ്റും വാഹനത്തിൽ സൂക്ഷിക്കാതെ തന്നെ ഈ ഡിജി ലോക്കർ ആപ്പിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് നൽകാവുന്നതുമാണ്. വാഹന യാത്രകളിൽ യഥാർത്ഥ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാവുന്ന ഡിജി ലോക്കർ സംവിധാനം 2018 സെപ്റ്റംബറിലാണ് നിലവിൽ വന്നത്. പരിവാഹൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ അംഗീകൃത രേഖയായി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി കൊണ്ടുവന്ന ഈ സംവിധാനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ ആധാർ കാർഡും ഒരു മൊബൈൽ നമ്പറും അത്യാവശ്യമാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.